നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം നിയന്ത്രണങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ആഭ്യന്തര കലാപത്തിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരോട് കരുതിയിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിൽ ഇടപെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ശക്തി ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്താനായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചിരിക്കുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് 1971 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന വമ്പൻ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പിന്തുണച്ചക്കാർക്ക് വലിയ തോതിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയതാണ് വമ്പൻ കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിച്ചത്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. ബംഗ്ലാദേശിലെ സ്റ്റുഡൻസ് യൂണിയൻ വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായ പിന്തുണയുമായി ചില കലാപ സംഘടനകൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സർക്കാരിനെതിരെ ഷേഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് ഭരണകൂടത്തിനെതിരെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രക്ഷോഭം. സൈന്യത്തിനെതിരെ തെരുവുകളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയാണ് പ്രക്ഷോഭകാരികൾ. ആ പ്രക്ഷോഭം നേരത്തെ 1-2 തവണ സൈന്യം അടിച്ചമർത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ വമ്പൻ പ്രക്ഷോഭത്തിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. 200 മനുഷ്യജീവനുകളാണ് ബംഗ്ലാദേശിൽ പൊലിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ കൃത്യമായി പരിഗണിക്കണമെന്നും ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായിരിക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം അടിച്ചമർത്താൻ ഇന്ത്യയുടെ സൈനിക നീക്കമുണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഷേഖ് ഹസീനയ്ക്ക് എല്ലാ കാലത്തും ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൂടിയാണ് ഷേഖ് ഹസീന. ഷേഖ് ഹസീന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് സഹായം തേടിയെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ്. ഇന്ത്യ സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ബംഗ്ലാദേശ് രൂപാന്തരം പ്രാപിച്ചത്. നമുക്കറിയാം, ഇന്ത്യ ദാനം നൽകിയ രാജ്യമാണ്, ഇന്ത്യ ദാനം നൽകിയ പ്രദേശമാണ്. ഇന്ത്യയുടെ കരുണയും ദയയുമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം. ആ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇടപെടുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വന്തം രാജ്യത്ത് ഇടപെടുന്നതിന് തുല്യമാണ്. ഇന്ത്യ ഇപ്പോഴും ജാഗരൂകരായി നോക്കി നിൽക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ ഇടപെടും. അതിന് സമാനമാണ് ബംഗ്ലാദേശിലെ പ്രശ്നമുണ്ടായാൽ ഇന്ത്യ ഇടപെടുക എന്നുള്ളത്. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം ആ രാജ്യത്തിൻ്റെ സേനയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ കൃത്യമായി പറയുന്നു, ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം അടിച്ചമർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ സേവനം വേണമെങ്കിൽ ഈ ബംഗ്ലാദേശിന് ആവശ്യപ്പെടാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകട്ടെ ഷേഖ് ഹസീന ആകട്ടെ ഇന്ത്യയോട് സഹായം ചോദിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ഏഷ്യ മഹാരാജ്യത്ത് ഇന്ത്യ എന്ന രാജ്യം പരമോന്നതമായ ഒരു രാജ്യമായി മാറുകയാണ്. ലോകരാജ്യങ്ങൾക്ക് തലയ്ക്ക് മുകളിലൂടെ എല്ലാ തരത്തിലും വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. സാമ്പത്തികമായി മാത്രമല്ല, സാങ്കേതികമായി, സൈനികപരമായി ഇന്ത്യ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇടം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണിപ്പോൾ നൽകാൻ കഴിയുന്നത്. ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു. ഇസ്രായേൽ ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി സ്വന്തം രാജ്യത്തെ ആഭ്യന്തര കലഹം തീർക്കാൻ വേണ്ടി ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു. ഒരു വല്യേട്ടനെ പോലെ ബംഗ്ലാദേശിനെ സഹായിക്കാനായി ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനം രംഗത്ത് വരികയാണ് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.